സ്വന്തം സാമ്പത്തിക ബാധ്യതയിൽ നിന്നും ഒളിച്ചോടാൻ 10 വയസ്സുകാരിയായ മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ പിതാവ്, സ്വന്തം കുഞ്ഞിനെ നോക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ 1.5 മാസം പ്രായമുള്ള മകനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മ. ഇത് നമ്മുടെ നാട്ടിൽ, അതായത് കൊച്ചിയിലും തിരുവനന്തപുരത്തും നടന്ന മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂര കൊലപാതകങ്ങളാണ്. ഇതിൽ മകളെ കൊലപ്പെടുത്തിയ പിതാവിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ദിവസമായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് മനസാക്ഷി മരവിച്ച സ്വന്തം മക്കളോട് പോലും ക്രൂരത കാട്ടുന്ന മാതാപിതാക്കളുടെ നാടായി കേരളം മാറുന്നത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. തിരുവനന്തപുരം പോത്തൻകോട് എന്ന നാട് ഉറക്കമുണർന്നത് ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത കേട്ടാണ്. പുലർച്ചെയാണ് 36 ദിവസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ നടുക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം വളർത്താൻ നിവൃത്തിയില്ലാതെ രോഗബാധിതയായ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അമ്മ സുരിത പോലീസിന് മൊഴി നൽകി. കുഞ്ഞിന്റെ നൂലുകെട്ട് പോലും നടത്താൻ പണമില്ലായിരുന്നു, അതിനാൽ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് സുരിത പോലീസിനോട് പറഞ്ഞത്. മഞ്ഞമല അടത്തിനകത്ത് ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന സുരിത സജി ദമ്പതികളുടെ 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇന്ന് വെളുപ്പിന് 2:30യോടുകൂടി വീടിന്റെ പുറകുവശത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയാണ്, കുഞ്ഞിന്റെ അമ്മ സുരിത തന്നെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. നേരത്തെയും സുരിതയ്ക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് സുരിത കടന്നത്. എന്തായാലും ഇന്ന് രാവിലെ 2:30യോടുകൂടി ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന ഒരു പരാതി സുരിതയുടെ ഭർത്താവ്, അതായത് കുഞ്ഞിന്റെ പിതാവ് സജി, പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ ഒരു ടവൽ ഈ വീടിന് പുറകുവശത്തെ കിണറ്റിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. പുറകുവശത്തെ വാതിൽ തുറന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പോലീസ് വിവരമറിയിക്കുകയായിരുന്നു. അവരെത്തി നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. എന്തായാലും ഇപ്പോൾ സുരിത തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. എന്തായാലും ഇനി പോലീസിന്റെ ഒരു നടപടി, അതായത് കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തിനാണ് സുരിത ഇത് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ സുരിതയ്ക്ക് നേരത്തെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കൊലപാതകത്തിലേക്ക് സുരിത കടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിരുവനന്തപുരത്തെ സുരിത എന്ന അമ്മയെ പോലെ മനസാക്ഷി മരവിച്ചൊരു അച്ഛനുണ്ട് കൊച്ചിയിൽ. 2.5 വർഷം മുൻപ്, അതായത് 2021 മാർച്ചിൽ സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ സനു മോഹൻ. വൈഗ എന്ന 10 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ദിവസമായിരുന്നു. കുട്ടിയെ കൊന്നതിന് ജീവപര്യന്തം തടവും, തട്ടിക്കൊണ്ടുപോകൽ, ലഹരി നൽകൽ, തെളിവ് നശിപ്പിക്കലടക്കം മറ്റ് 5 വകുപ്പുകളിൽ 28 വർഷം തടവ് ശിക്ഷയുമാണ് വിധിച്ചത്. 28 വർഷത്തെ തടവിന് ശേഷം ജീവപര്യന്തം ശിക്ഷ വേറെയും അനുഭവിക്കണമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ കോടതി ഇത് ആ രീതിയിൽ കാണാൻ കഴിയുമോ എന്ന ഒരു മറുചോദ്യം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. പിതാവിനാൽ മക്കൾ കൊല്ലപ്പെടുന്ന കേസുകൾ വീണ്ടും കോടതിക്ക് മുന്നിൽ പലപ്പോഴായി എത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോടതി ഈ ഒരു കാര്യം ചോദ്യം തിരിച്ച് ഉന്നയിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിധി പ്രസ്താവം വന്നിരിക്കുന്നു. ആ വിധിയിൽ പ്രോസിക്യൂഷൻ അടക്കം സംതൃപ്തി രേഖപ്പെടുത്തുന്നു. 28 വർഷം തടവും, വിവിധ വകുപ്പുകളിലായി 28 വർഷം തടവും, കൊലക്കുറ്റത്തിന്
ജീവപര്യന്തം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1,70,70,000 രൂപ കൂടി ഈ പ്രതി പിഴയൊടുക്കുകയും വേണം. കൊലക്കുറ്റം ഒഴികെ ലഭിച്ച വിവിധ വകുപ്പുകളായി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ലഭിച്ച വകുപ്പുകളിൽ 28 വർഷം തടവിൽ 10 വർഷം എന്ന പരമാവധി വർഷമാണ് അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതിനുശേഷം മാത്രമായിരിക്കും ജീവപര്യന്തം തടവ് തുടങ്ങുക. പിഴയൊടുക്കുന്ന തുകയുടെ ഒരു ഭാഗം കുട്ടിയുടെ അമ്മ സനുമോഹൻ്റെ ഭാര്യയ്ക്ക് നൽകുകയും വേണം. ഈ കേസിൽ ഇതിൽ വിധി പ്രസ്താവിച്ചപ്പോൾ പല ഘടകങ്ങളും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാഹചര്യ തെളിവുകളാണ്. ആ തെളിവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ തെളിവുകൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു വിധി, ഞങ്ങൾ പ്രതീക്ഷിച്ച വിധി തന്നെ തീർച്ചയായും വന്നിട്ടുണ്ട്. ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിനും കുട്ടിയെ മദ്യം കൊടുത്തു എന്നുള്ള JJ ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലും കൂടി കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്മേലാണ് ടേം സെൻറ്റൻസ് എന്ന് പറയുന്നത് 2 10 1 5 1 3 അങ്ങനെ 28 വർഷം ടേം സെൻറ്റൻസ്. ആ ടേം സെൻറ്റൻസ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ തുടങ്ങുകയുള്ളൂ. അങ്ങനെയാണ് കേസ്. പിന്നെ 1.7 lakhs റുപ്പീസിൻ്റെ പിഴയും ഉണ്ട്. അതും കൂടാതെ കുട്ടിയുടെ അമ്മയ്ക്ക് കോമ്പൻസേഷനും കോടതി യഥാപ്രകാരം അത് അവൈലബിലിറ്റി അനുസരിച്ച് കോമ്പൻസേഷൻ കൊടുക്കാനും കോടതി വിധിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സനു മോഹൻ തൻ്റെ മാതാവിൻ്റെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും കോടതി അത് പരിഗണിക്കാതെ തന്നെയാണ് വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരിക്കുന്നത്. സനു മോഹനെ ജയിലിലേക്ക് വൈകാതെ തന്നെ മാറ്റും. ജില്ലാ ജയിലിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഇനി സെൻട്രൽ ജയിലിലേക്ക് അടക്കം മാറ്റും. ഇതിൽ 2021 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കടബാധ്യത മൂലം ഇയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ താൻ മരിക്കുകയാണെങ്കിൽ മകളെ നോക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് കരുതിയാണ്, മകളെ ഒപ്പം കൂട്ടാം എന്ന് കരുതി ഇയാൾ മകളെ ഭാര്യയുടെ ബന്ധുവീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയും പിന്നീട് മദ്യം കൊടുത്ത ഈ കുട്ടിയെ അവശനിലയിലാക്കിയതിനു ശേഷമാണ് ഇതിനെ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ കേസിൽ അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയാണ്. ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇയാളുടെ കാറടക്കമുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ പതിയുന്നത്. ഇതിനെ തുടർന്ന് നടത്തിയ ഏതാണ്ട് 1 മാസത്തോളം നീണ്ടുനിന്ന അന്വേഷണം 5 സംസ്ഥാനങ്ങളിലായി അന്വേഷണം നീണ്ടുനിന്നു. ഇതിൽ ഇയാളുടെ മുഴുവൻ കാര്യങ്ങളും, നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതിൽ സന്തോഷമുണ്ട്. വളരെ ഐ വിറ്റ്നസ് ഒന്നും ഇല്ലാത്ത കേസായിരുന്നു. വളരെ ശാസ്ത്രീയമായ രീതിയിലും സാഹചര്യ തെളിവുകളും കൂടി ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത മുഴുവൻ സെക്ഷനുകളും, അത് നമ്മൾ പറഞ്ഞ മുഴുവൻ കുറ്റങ്ങളും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അത് നമ്മുടെ ചാർജിൻ്റെയും അതേപോലെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് വിജയിച്ചതിൽ സന്തോഷമുണ്ട്. മദ്യപാനത്തിനും ചൂതാട്ട ശൈലിക്കുമെല്ലാം ഒരു അടിമയായ ഒരു വ്യക്തിയായിരുന്നു സനു മോഹൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും കുടുംബവും ഇയാളുമായി കുറച്ച് നാളുകളായി പിണങ്ങി താമസിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ ഇങ്ങനെയൊരു നാടകം കളിക്കുന്നതും തൻ്റെ കുറ്റകൃത്യങ്ങൾ, തൻ്റെ ഈ കടബാധ്യതകൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സ്വന്തം കുഞ്ഞിനെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു നാടകം കളിക്കാൻ ഇയാൾ തീരുമാനിക്കുകയും ചെയ്തത്. ഏതാണ്ട് 75ഓളം സാക്ഷികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചു. 135ഓളം തെളിവുകളും ഡോക്യുമെന്റുകളും കോടതിക്ക് മുൻപാകെ വരികയും ചെയ്തു. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പോക്സോ കോടതി, അതിവേഗ കോടതി ഇക്കാര്യത്തിൽ ജഡ്ജി K. സോമനിക ഇന്ന് വിധി പ്രസ്താവം നടത്തിയത്. ഗാർഹിക പീഡനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹന ഷാജി എന്ന 22കാരി. കഴിഞ്ഞ ദിവസമാണ് ആ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ആരോപണവുമായി യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. ഭർത്തൃമാതാവ് ഷഹനയെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഷഹനയെ ഭർത്തൃമാതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ബന്ധുക്കൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഭർത്താവ് നൗഫലുമായി പിണങ്ങി കഴിഞ്ഞ 2 മാസമായി വണ്ടിത്തടത്തെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ഷഹന. അതിനിടെ കഴിഞ്ഞ ദിവസം 1.5 വയസ്സുള്ള ഇവരുടെ കുഞ്ഞിനെ ഭർത്താവ് കൊണ്ടുപോയി. ഇതിന് പിന്നാലെ ഷഹന മുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു.
തിരുവല്ലം വണ്ടിത്തടത്ത് ഇന്നലെ ആത്മഹത്യ ചെയ്ത ഷഹനയുടെ മൃതദേഹം കബറടക്കി. ഇന്ന് കബറടക്കത്തിന് മുമ്പ് വലിയ പ്രതിഷേധമാണ് ബന്ധുക്കളും നാട്ടുകാരും ഉയർത്തിയത്. ഷഹനയുടെ മരണത്തിന് ഉത്തരവാദികളായ അവരുടെ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ, ഭർത്താവ് നൗഫൽ, അവരുടെ ഉമ്മ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെ പ്രതിയേർത്ത് കേസെടുക്കണം. കൊലപാതകത്തിന് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും ഉന്നയിച്ചത്. ഈ ആവശ്യം ഉന്നയിച്ച് ഷഹനയുടെ മൃതദേഹവുമായി ഫോർട്ട് AC ഓഫീസ് ഉപരോധിച്ചു നാട്ടുകാരും കുടുംബാംഗങ്ങളും. അബദ്ധം പറ്റല്ലേ ബാക്കിയുള്ള നാടിനെ മൊത്തത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2 വർഷങ്ങളായി ആ കുട്ടിയുടെ മദറിനുമായും അമ്മാവിയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെയും ഭാഗത്തു നിന്നുള്ള പീഡനങ്ങളുടെ അവസാനമാണ് ഇന്നലെ സംഭവിച്ചത്. സഹിക്കാൻ വയ്യാതെയാണ് ഇന്നലെ ആ കുട്ടി സൂയിസൈഡിന് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഇതിന്റെ പിന്നിൽ സംഭവിച്ച എല്ലാ വിഷയങ്ങളും പുറത്തു കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് അവിടുത്തെ നാട്ടിലെ ജനങ്ങളും ജമാഅത്തും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിൽ എത്തിയിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരു നീതി കൊടുക്കണം, എല്ലാ കുട്ടികൾക്കും നീതി കിട്ടണം. ഇതുവരെ വൈകാതെ പ്രതികളെ പിടികൂടണമെന്നായിരുന്നു ആവശ്യം. നാട്ടുകാരും ഈ ആവശ്യത്തിനൊപ്പം നിന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളും കുടുംബാംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ ഫോർട്ട് AC കുടുംബാംഗങ്ങളുമായും അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതികളുമായി ചർച്ച നടത്തി. ആ ചർച്ചയ്ക്കൊടുവിൽ കൃത്യമായ നടപടി വൈകാതെ തന്നെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പ് കിട്ടിയതിനെ തുടർന്നാണ് മൃതദേഹവുമായി ഉള്ള ഉപരോധം വീട്ടുകാരും കുടുംബാംഗങ്ങളും നാട്ടുകാരും അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെ തന്നെ ഷഹനയുടെ കുടുംബാംഗങ്ങളുടെ മൊഴി തിരുവല്ല പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ആണ് ആത്മഹത്യ എന്നാണ് വീട്ടുകാരുടെ ആരോപണം. പോലീസിന്റെ FIR-ലും അത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഈ 2-3 മാസമായി ഷഹന ഭർത്താവ് നൗഫലിൽ പിണങ്ങി തൻ്റെ വണ്ടിത്തടത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ടാണ് നൗഫൽ വീട്ടിലെത്തി 2 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് പോയത്. അതിൽ മനംനൊന്ത് ഷഹന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. ചെറിയ ഒരു സംസാരത്തിലെന്തോ വിഷയത്തിൽ ഈ കൊച്ചിനെ കടിച്ച് കാലിൻ്റെ തൊടയിലും ദേഹത്ത് ചുണ്ടെല്ലാം കടിച്ച് മുറിച്ച് കളഞ്ഞു ഈ അമ്മായിയമ്മ. എന്നിട്ട് തറയിലിട്ട് ഉരുട്ടി മുറിക്കൊണ്ടേക്ക് പിടിച്ച് എന്നിട്ടാണ് അച്ഛനും അമ്മയെ വിളിച്ചു വെച്ചത്, നിങ്ങൾ മോളെ ഒന്ന് കൊണ്ടുപോകാനെന്ന്. എന്നിട്ട് ഈ പയ്യൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ മറുപടി ഒന്നും പറയേ. പയ്യൻ ഒന്ന് ആരെന്താ ഇവിടെ ഉപദ്രവിച്ചാൽ ഈ പയ്യൻ മറുപടി പറയില്ല, അപ്പം മിണ്ടാതെ നിൽക്കുക. നിരന്തരം ഭർത്തൃ വീട്ടിൽ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു ആശുപത്രിയിൽ വച്ചുപോലും ക്രൂരമായി ഷഹനയെ ഭർത്തൃമാതാവ് മർദ്ദിച്ചു എന്നതിൻ്റെ വിവരവും പോലീസ് ലഭിച്ചിട്ടുള്ള തെളിവുകളും ഫോട്ടോ അടക്കമുള്ള തെളിവുകളും കുടുംബാംഗങ്ങൾ പോലീസിന് കൈമാറി. നാളെ ഇവരെ ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഇവർക്കെതിരെ കേസെടുക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ളവ ചുമത്തി കേസെടുക്കും. സ്ത്രീധന ആവശ്യപ്പെട്ടുള്ള പീഡനം നടന്നിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ഷഹന വളരെ സാമ്പത്തിക കുറഞ്ഞ കുടുംബത്തിലെ കുട്ടിയാണ്. അവർക്ക് പണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഭർത്തൃ വീട്ടുകാർ വഴക്കു പറഞ്ഞു, വിവാഹമോചനത്തിൽ നിർബന്ധിച്ചു എന്നും പരാതിയിലുണ്ട്. അത്തരം കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വൈകാതെ പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. ആലുവയിലെ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ഭീതി നമ്മളിൽ പലർക്കും ഇപ്പോഴുമുണ്ട്. അതിനുശേഷം കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിൻ്റെ വാർത്തകൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പാലക്കാട് നടുപ്പുണിയിൽ സമാനമായ രീതിയിൽ മറ്റൊരു ക്രൂരത. റോഡരികിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 3 വയസ്സുകാരിക്ക് നേരെയായിരുന്നു ലൈംഗിക അതിക്രമം ഉണ്ടായത്. അതിഥി തൊഴിലാളികളുടെ മകളെ ആക്രമിച്ച വില്ലൂന്നി സ്വദേശിയായ 77-കാരൻ കന്ദസ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 5:30-ഓടെ കുഞ്ഞിനെ തട്ടിയെടുത്ത് 50 മീറ്റർ അകലേക്ക് കൊണ്ടുപോയാണ് ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്.
കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ മാതാപിതാക്കൾ 77-കാരനെ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. പാലക്കാട് നടുപ്പൂണിയിൽ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ ഉറങ്ങുമ്പോഴാണ് 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത്. പുലർച്ചെ 5:30-ഓടെയാണ് സംഭവം. കുഞ്ഞിനെ തട്ടിയെടുത്ത് 50 മീറ്റർ അകലേക്ക് കൊണ്ടുപോയാണ് ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ മാതാപിതാക്കൾ 77-കാരനെ തടഞ്ഞുവച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. മാതാപിതാക്കൾ ഓടിയെത്തുമ്പോഴേക്കും കുഞ്ഞിനെ ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവരെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്നീട് ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. സംഭവത്തിൽ വില്ലൂന്നി സ്വദേശിയായ 77-കാരൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു. പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജോലി തേടി കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളികളുടെ മകളാണ് ലൈംഗികാതിക്രമത്തിനിരയായത്. കുഞ്ഞിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നടുപ്പൂണിയിൽ നിരവധി ക്രിമിനൽ സംഘങ്ങൾ യാതൊരു രേഖകളുമില്ലാതെ താമസിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 പാലക്കാട്. അവിഹിത ബന്ധങ്ങളാണ് നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളെയും തകർച്ചയുടെ വക്കിലെത്തിക്കുന്നത്. ഇത്തരം കേസുകളിൽ പലപ്പോഴും തീർപ്പ് കൽപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലാണ്. എന്നാൽ ഒരു പോലീസുകാരൻ തന്നെ അവിഹിത ബന്ധത്തിൽപ്പെട്ടാലോ? കോഴിക്കോട് കാക്കൂർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സനൽരാജിനെതിരെയാണ് അവിഹിത ബന്ധ പരാതിയുമായി പോലീസുകാരിയുടെ ഭർത്താവ് എത്തിയത്. പോലീസുകാരിയുമായി അവിഹിത ബന്ധം എന്ന പരാതിയിൽ കോഴിക്കോട് കാക്കൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ആരോപണ വിധേയയായ പോലീസുകാരിയെ മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. സഹപ്രവർത്തകയുമായി അവിഹിത ബന്ധമുണ്ടെന്ന പരാതിയെ തുടർന്നാണ് കാക്കൂർ ഇൻസ്പെക്ടർ എം സനൽരാജിനെ സസ്പെൻഡ് ചെയ്ത് IG ഉത്തരവിറക്കിയത്. കാക്കൂർ സ്റ്റേഷനിലെ വനിതാ പോലീസ് ഓഫീസറുമായി സനൽരാജിന് അവിഹിത ബന്ധമുണ്ടെന്ന് കാട്ടി പോലീസുകാരുടെ ഭർത്താവ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയായിരുന്നു. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ ചുമതലയുള്ള റൂറൽ ജില്ലാ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി പി പ്രമോദ് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. സനൽരാജിനെതിരെ മറ്റ് നിരവധി പരാതികളും നിലവിലുണ്ടെന്നാണ് സൂചന. ഇതിലും വിശദമായ അന്വേഷണം നടത്താൻ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 താമരശ്ശേരി. വാഹനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു വലിയ സംഘം തന്നെ കേരളത്തിൽ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട്. തൃശ്ശൂരിൽ വാഹനമോഷ്ടാക്കളെ പിടികൂടിയപ്പോഴാണ് അന്തർ സംസ്ഥാന ബന്ധമുള്ള ഈ ശൃംഖലയെക്കുറിച്ച് പോലീസ് അറിഞ്ഞത്. തൃശ്ശൂരിൽ നിന്ന് ബൊലേറോ പിക്കപ്പ് മോഷ്ടിച്ച പ്രതികളാണ് ഗുരുവായൂർ പോലീസിന്റെ പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പൊള്ളാച്ചിയിൽ വെച്ചാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത്. ഒരുമനയൂർ തങ്ങൾപടിക്കടുത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മഹീന്ദ്ര ബൊലേറോ ആയിരുന്നു മോഷണം പോയത്. സംഭവത്തിൽ ചാവക്കാട് സ്വദേശി അൽതാഫ്, കോട്ടപ്പടി സ്വദേശി വിനീത്, തിരുവനന്തപുരം സ്വദേശി അനിൽകുമാർ, പെരിന്തൽമണ്ണ സ്വദേശി അബ്ദുൾ നജീബ് എന്നിവർ പിടിയിലായി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പൊള്ളാച്ചിയിൽ വെച്ചാണ് പ്രതികൾ പോലീസിന്റെ വലയിലാകുന്നത്. പരിശോധനയിലൂടെ വാഹനം പൊള്ളാച്ചിയിലെത്തിയതായി മനസ്സിലാക്കി. മോഷ്ടിച്ച വാഹനങ്ങൾ പൊള്ളാച്ചിയിലെത്തിച്ച പൊളിക്കുകയാണ് സംഘത്തിന്റെ രീതിയെന്നും പോലീസ് പറയുന്നു. പിടിയിലായ അൽതാഫ് നിരവധി കേസുകളിൽ പ്രതിയാണ്. സബ് ഇൻസ്പെക്ടർ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തൃശൂർ.
കേരളത്തിൽ ഈ സമീപ ദിവസങ്ങളിൽ പോലീസുകാർക്ക് നേരെ വിവിധയിടങ്ങളിലാണ് ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണമുണ്ടായത്. എന്നാൽ കേരളത്തിലെ പോലെയല്ല തമിഴ്നാട് പോലീസ്. ചെന്നൈ കാഞ്ചീപുരത്ത് പോലീസിനെ ആക്രമിച്ച 2 ഗുണ്ടകളെ വെടിവെച്ച് കൊലപ്പെടുത്തി. പോലീസിന് നേരെ ആക്രമണമുണ്ടായപ്പോഴാണ് വെടിവെച്ചതെന്നാണ് റിപ്പോർട്ട്. രഘുവരൻ, കറുപ്പ് ഹസ്കൻ എന്നിവരെയാണ് കാഞ്ചീപുരം റെയിൽവേ പാലത്തിന് സമീപം പോലീസ് വെടിവെച്ച് കൊന്നത്. പുലർച്ചെയാണ് നാടിനെ വിറപ്പിച്ച ഗുണ്ടാത്തലവന്മാരെ പോലീസ് വെടിവെച്ച് കൊന്നത്. 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്രഭാകരൻ എന്ന കുപ്രസിദ്ധ ഗുണ്ട അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇരുവരെയും പിടികൂടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു വെടിവെച്ച് കൊന്നത്. തകർന്ന ബഹുനില കെട്ടിടത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു പ്രതികൾ. പിടികൂടാൻ എത്തിയപ്പോൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും ഇതേ തുടർന്ന് വെടിവെച്ചു എന്നുമാണ് പോലീസ് ഭാഷ്യം. പ്രതികളുടെ മൃതദേഹം കാഞ്ചീപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണത്തിൽ പരിക്കേറ്റ 2 പോലീസുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൊലപാതകവും കവർച്ചയുമടക്കം നിരവധി കേസുകളിൽ പ്രതികളാണ് രഘുവരനും കറുപ്പ് ഹസനും. പ്രഭാകരന്റെ കൊലപാതകത്തിൽ ഇരുവർക്കും നേരിട്ട് പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 ചെന്നൈ. മക്കളെ കൊലപ്പെടുത്തുന്ന അച്ഛനമ്മമാർ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലേക്കൊന്ന് നോക്കണം. ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന നിരവധി മാതാപിതാക്കളുണ്ട്. മക്കൾ നിങ്ങൾക്കൊരു ബാധ്യതയായാൽ അവരെ നോക്കാൻ നമ്മുടെ നാട്ടിൽ നിരവധി സ്ഥാപനങ്ങളുമുണ്ട്. നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ. അവരും നിങ്ങളുടെ ചോരയാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. Oru paintil basically for nothing but to cover the culprits.